അമേരിക്കയിൽ സ്ഥിരതാമസത്തിന് ശ്രമിക്കുന്ന ആയിരക്കണക്കിന് മലയാളി കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ച് H1B L1 വിസകളിൽ തുടരുന്ന ഉദ്യോഗസ്ഥർക്ക് നിർണായകമായ പുതിയ USCIS നയവ്യതിയാനങ്ങളും ഗ്രീൻ കാർഡ് പ്രയോറിറ്റി തീയതികളിലെ മാറ്റങ്ങളുമാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിന്റെ വിസ സുരക്ഷിതത്തെയും കുട്ടികളുടെ ഭാവി ലീഗൽ സ്റ്റേറ്റസിനെയും ബാധിക്കുന്ന ഏറ്റവും പുതിയ ഇമിഗ്രേഷൻ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അമേരിക്കൻ ഇമിഗ്രേഷൻ വിഭാഗമായ USCIS പുറപ്പെടുവിച്ച ഏറ്റവും പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഗ്രീൻ കാർഡ് കാറ്റഗറികളിൽ, പ്രത്യേകിച്ച് EB2, EB3 വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് ഏറെ നിർണായകമായ പുതിയ അപ്ഡേറ്റുകൾ ലഭ്യമായിരിക്കുകയാണ്. വർഷങ്ങളായി അമേരിക്കയിൽ നികുതി അടച്ച് ലീഗലായി താമസിച്ച് ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന മലയാളി പ്രൊഫഷണലുകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഈ ഭേദഗതികൾ തന്ത്രപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് ചൈൽഡ് സ്റ്റേറ്റസ് പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ CSPA വിധിന്യായത്തിലെ പുതിയ സാങ്കേതിക മാറ്റങ്ങളാണ്. H1B വിസയിൽ അമേരിക്കയിൽ കഴിയുന്ന മലയാളി ദമ്പതികളുടെ പ്രധാന മാനസിക ആശങ്കയിൽ ഒന്ന്, തങ്ങളുടെ ഗ്രീൻ കാർഡ് കാത്തിരിപ്പ് കാലയളവ് നീണ്ടുപോകുമ്പോൾ കുട്ടികൾക്ക് 21 വയസ്സ് തികയുകയും അവർ ഡിപ്പെൻഡന്റ് വിസ സ്റ്റേറ്റസിൽ നിന്ന് പുറത്താകുകയും ചെയ്യുമോ എന്നതാണ്. പ്രോസസിംഗ് ഘട്ടങ്ങൾ വൈകുന്നതിലൂടെ കുട്ടികൾ ഏജ് ഔട്ടായി സ്വന്തം നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമോ എന്ന ഭയം പരിഹരിക്കാൻ പുതിയ USCIS വിജ്ഞാപനം സഹായിക്കുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് അഥവാ I-485 അപേക്ഷ സമർപ്പിക്കുന്ന സമയത്തെ അപേക്ഷാ തീയതി അടിസ്ഥാനമാക്കി കുട്ടിയുടെ CSPA ഏജ് ലോക്ക് ചെയ്യുന്ന പ്രക്രിയയിൽ USCIS നൽകിയ വ്യക്തത നിരവധി മലയാളി കുടുംബങ്ങൾക്ക് വലിയൊരു സുരക്ഷിതത്വമാണ് നൽകുന്നത്. രണ്ടാമതായി, വിസ ബുള്ളറ്റിനിലെ ഡേറ്റ് ഫോർ ഫയലിംഗ്, ഫൈനൽ ആക്ഷൻ ഡേറ്റ് എന്നിവ തമ്മിലുള്ള വ്യത്യാസവും അവയുടെ പ്രയോജനവും നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിസ ബുള്ളറ്റിൻ പ്രസിദ്ധീകരിക്കുമ്പോൾ ഡേറ്റ് ഫോർ ഫയലിംഗ്, കട്ട് ഓഫ് തീയതികളിൽ മുന്നോട്ട് നീങ്ങുകയും എന്നാൽ ഫൈനൽ ആക്ഷൻ തീയതികൾ മാറ്റമില്ലാതെ തുടരുകയും ചെയ്യാറുണ്ട്. USCIS പുറത്തുവിട്ട പുതിയ നിർദ്ദേശപ്രകാരം ഡേറ്റ് ഫോർ ഫയലിംഗ് ചാർട്ട് ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുന്ന മാസങ്ങളിൽ പ്രയോറിറ്റി തീയതി അതിനുള്ളിൽ വരുന്ന അപേക്ഷകർക്ക് തങ്ങളുടെ I-485 അഡ്ജസ്റ്റ്മെന്റ് അപേക്ഷകൾ വേഗത്തിൽ സമർപ്പിക്കാൻ സാധിക്കും. ഈ ഘട്ടത്തിൽ I-485 അപേക്ഷ ഫയൽ ചെയ്യുന്നതിലൂടെ പ്രവാസി കുടുംബാംഗങ്ങൾക്ക് രണ്ട് പ്രധാന ആനുകൂല്യങ്ങൾ ലഭിക്കും. ഒന്നാമതായി, എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് അഥവാ EAD കാർഡ് ലഭിക്കുന്നു. രണ്ടാമതായി, അഡ്വാൻസ്ഡ് പരോൾ എന്ന ട്രാവൽ പെർമിറ്റ് കരസ്ഥമാക്കാൻ സാധിക്കുന്നു. EAD കാർഡ് കൈവശം വരുന്നതോടെ H4 ഡിപ്പെൻഡന്റ് വിസയിലുള്ള പങ്കാളിക്ക് അമേരിക്കയിൽ ഏത് മേഖലയും നിയന്ത്രണങ്ങളില്ലാതെ ജോലി ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഇത് പ്രവാസി മലയാളി കുടുംബാംഗങ്ങളുടെ പ്രതിമാസ വരുമാന വർധനവിനെയും സാമ്പത്തിക ഭദ്രതയ്ക്കും വലിയ പിന്തുണയാണ് നൽകുന്നത്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് പരോൾ ട്രാവൽ ഡോക്യുമെന്റ് ലഭിക്കുന്നതിലൂടെ വിസ സ്റ്റാമ്പിങ്ങിനായി അനാവശ്യമായി മറ്റ് രാജ്യങ്ങളിലേക്കോ നാട്ടിലേക്കോ യാത്ര ചെയ്ത് എംബസി അപ്പോയിന്റ്മെന്റുകൾക്കായി കാത്തിരിക്കേണ്ട സാഹചര്യം ഒഴിവാക്കുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ നാട്ടിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ വിസ സ്റ്റാമ്പിംഗ് റിജക്ഷൻ ഭയമില്ലാതെ സുരക്ഷിതമായി അമേരിക്കയിൽ തിരിച്ചെത്താൻ ഈ യാത്രാ പെർമിറ്റ് സഹായിക്കുന്നു. എന്നിരുന്നാലും ഈ ഇമിഗ്രേഷൻ വഴികൾ പ്രയോജനപ്പെടുത്തുമ്പോൾ ചില പ്രധാന നിയമപരമായ തടസ്സങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. EB2 കാറ്റഗറികളിൽ നിന്നും EB3 കാറ്റഗറികളിലേക്ക് പോർട്ടിംഗ് അല്ലെങ്കിൽ ഡൗൺഗ്രേഡിംഗ് നടത്തുന്ന മലയാളി ജീവനക്കാർ തങ്ങളുടെ മുൻഗണനാ തീയതി അഥവാ പ്രയോറിറ്റി ഡേറ്റ് സുരക്ഷിതമായി നിലനിർത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് തൊഴിൽ മാറുമ്പോൾ മുൻപത്തെ I-140 അപ്രൂവൽ നോട്ടീസ് കൃത്യമായി കൈവശം സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ I-485 അപേക്ഷ സമർപ്പിച്ച് 180 ദിവസങ്ങൾ പൂർത്തിയാക്കുന്നതോടെ AC-21 നിയമപ്രകാരം തൊഴിൽദാതാവിനെ മാറാനുള്ള സ്വാതന്ത്ര്യം അപേക്ഷകന് ലഭിക്കുന്നുണ്ട്. എന്നാൽ പുതിയ തൊഴിലുടമയിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ തൊഴിൽ സ്വഭാവവും ഉത്തരവാദിത്തങ്ങളും പഴയ ജോലിയുമായി സമാനമാണെന്ന് തെളിയിക്കാൻ I-485 സപ്ലിമെന്റ് J കൃത്യമായി USCIS ഫയൽ ചെയ്തിരിക്കണം. ഇതിലുണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും ഗ്രീൻ കാർഡ് അപേക്ഷ നിരസിക്കപ്പെടാനോ റിക്വസ്റ്റ് ഫോർ എവിഡൻസ് നോട്ടീസുകൾ ലഭിക്കുന്നതിനോ കാരണമായേക്കാം. ഇതുകൂടാതെ ഗ്രീൻ കാർഡ് പ്രോസസ് പെൻഡിംഗിൽ ഇരിക്കുന്ന സമയത്തും നിങ്ങളുടെ അടിസ്ഥാന നോൺ ഇമിഗ്രന്റ് വിസകളായ H1B, H4 എന്നിവയുടെ വാലിഡിറ്റി സാധ്യമാകുന്ന അത്രയും കാലം റിന്യൂ ചെയ്ത് നിലനിർത്തുന്നത് അതീവ സുരക്ഷിതത്വമാണ്. അപ്രതീക്ഷിതമായി I-485 അപേക്ഷയിൽ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും H1B സ്റ്റേറ്റസ് ബാക്കപ്പായി ഉണ്ടാകുന്നത് അമേരിക്കയിലെ നിങ്ങളുടെ നിയമപരമായ സാന്നിധ്യത്തെ സംരക്ഷിക്കും. US സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങളും ടെക് അധിഷ്ഠിത പുനഃസംഘടനകളും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ മലയാളി കുടുംബവും തങ്ങളുടെ ഇമിഗ്രേഷൻ രേഖകൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. നികുതി റിട്ടേണുകൾ കൃത്യസമയത്ത് ഫയൽ ചെയ്യുന്നതും HSI 401K റിട്ടയർമെന്റ് പ്ലാനുകൾ
കൈകാര്യം ചെയ്യുന്നതും നിങ്ങളുടെ ദീർഘകാല ലീഗൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റസിന് അത്യന്താപേക്ഷിതമാണ്. കൃത്യമായ നിയമോപദേശങ്ങൾക്കായി നിങ്ങളുടെ ഇമിഗ്രേഷൻ അറ്റോർണിയുമായി നേരിട്ട് ബന്ധപ്പെടുക. ഇത്തരത്തിലുള്ള കൂടുതൽ ഇമിഗ്രേഷൻ വാർത്തകൾ വിശദമായി അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.